ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നും ഇപ്പോഴും സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 23 വരെയാണ് കേട്ടോ സെയിൽ നടക്കുന്ന സമയം. അതും 60% ഒക്കെ ഓഫ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോണത് മൊത്തം വിൻ്റർ കളക്ഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ വെയറിന് എന്ത് വേണമെങ്കിലും പറയാം. കുറച്ച് ജാക്കറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ടൈപ്പ് ആയിട്ടുള്ളത് ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം നമ്മുടെ ഇട്ടത് വെച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഞാൻ ഷെൽമി തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഇത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ കംഫർട്ടബിളാണ്. നമ്മൾ കുറച്ച് തടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്രോപ്പ് ടോപ്പ് ഇടുമ്പോൾ കുറച്ച് പേടിയാണ്. അയ്യോ ഇത് ഇടുമ്പോൾ വൃത്തികേടുണ്ടാവും. അങ്ങനെയല്ല, ഇത് ഇട്ടപ്പോൾ തന്നെ കംഫർട്ടബിളിൻ്റെ കാര്യം തന്നെയല്ല, പെർഫെക്റ്റ് ആണ്. സൈസ് വൈസ് ആയാലും കുറച്ച് ലൂസ്, കുറച്ച് കംഫർട്ട്. ഇനി ഇത് ബ്രാൻഡ് വരുന്നത് ഹൂബർ ഹോളിമി എന്ന അങ്ങനെ എന്തോ ബ്രാൻഡാണ്. പുതിയൊരു ബ്രാൻഡാണ് ഞാൻ ട്രൈ ചെയ്തത്. സാധാരണ ക്രോപ്പ് ടോപ്പ് നമുക്ക് 200 രൂപയ്ക്ക് 300 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. ഒരു 800 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. പക്ഷേ 800 രൂപ എന്ന് പറഞ്ഞാൽ 1000 രൂപ കൊടുത്താലും ആ ഒരു മതിപ്പ് നമുക്ക് ആ ഒരു റേറ്റിനുള്ളത് ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3 കളർ അവൈലബിൾ ആണ്. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. ഇത് ബ്ലൂ ആണ് കേട്ടോ, നേവി ബ്ലൂ ഷെയ്ഡ്. കാണുമ്പോൾ ഒരു ബ്ലാക്ക് അല്ലേ. അപ്പോൾ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, പിന്നെ യെല്ലോ ഷെയ്ഡിൽ വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ്, അങ്ങനെ എന്തോ 3 ഷെയ്ഡ് ഉണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും ചേരുന്നൊരു കളറായതുകൊണ്ട് അങ്ങനെ എടുത്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഹൂബർ ഹോളിമീന്ന് അങ്ങനെ എന്തോ ബ്രാൻഡാണ് കേട്ടോ. അവരുടെ ഇനിയും ഞാൻ പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കുറേ കളക്ഷൻസ് ഇനി തപ്പി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ് കേട്ടോ, പെർഫെക്റ്റ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന പാൻറ്റ് എന്ന് പറയുമ്പോൾ US പോളോ ബ്രാൻഡ്, ബ്രാൻഡഡ് ആണ് എന്തായാലും. ഇത് ലൂസ് ഫിറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സൈസ് ഞാൻ ഇതിൽ ഏതെടുത്താലും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ സൈസ് എന്തായാലും നിങ്ങൾക്ക് ലിങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതാണോ സൈസ്, ട്രൂ സൈസ്, ആ ട്രൂ സൈസ് മാത്രം മേടിച്ചാൽ മതി. ഞാനും ആ സൈസ് 34 ആണോ 36 ആണോ എന്നൊരു ഡൗട്ട്. എന്തായാലും സൈസ് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമുക്ക് വൃത്തികേട് ഇല്ല. സാധാരണ ജീൻസൊക്കെ ഇടുമ്പോൾ വൃത്തികേട് ഫീൽ ചെയ്യില്ല. ആ ഒരു ഇത് എനിക്ക് രണ്ടിലും തോന്നിയിട്ടില്ല കേട്ടോ. ഗോൺ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഈ ഒരു ജാക്കറ്റ് നമുക്ക് ബൈക്ക് റൈഡ് ആയാലും നമുക്ക് വിൻ്റർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. ഇനി ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് എലൻസോളി. എലൻസോളിയിലും നല്ല ക്വാളിറ്റീനെ കുറിച്ച് ഒരു കാര്യമില്ല പറയാനായിട്ട്. കാരണം ക്വാളിറ്റി ബ്രാൻഡൊക്കെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നതാണ്. സൂപ്പറാണ് കേട്ടോ. ഇതൊരു വിൻ്ററിനായാലും ബൈക്ക് റൈഡിനായാലും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്നൊരു സംഭവമാണ്. പക്ഷെ ഞാൻ നമ്മുടെ ലാർജ് സൈസാണ് സാധാരണ നോർമലി എടുക്കാറുള്ളത്. അത് തന്നെയാണ് എടുത്തത്. പക്ഷേ ചെറുതായിട്ടൊരു ടൈറ്റ് ഉണ്ട്. നമുക്ക് ജാക്കറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും ഒരു 1 അല്ലെങ്കിൽ 2 സൈസ് അപ്പ് എടുക്കണം. അപ്പോൾ അതിന് കുറച്ചുകൂടി നമുക്ക് കറക്റ്റായിട്ട് ഒരു ലൂസ് ഫിറ്റിൽ കുറച്ച് ലൂസിങ്ങിന് വേണ്ട, ഇതൊന്ന് കൂട്ടണ്ടേ. അപ്പോൾ അതിനെ ഒരു 2 സൈസ് അപ്പ് എടുത്താൽ മതി. ബാക്കി എനിക്ക് ഒന്നും പറയാനില്ല. ഗോ ഓൺ. അത്രയും നല്ല അടിപൊളി ജാക്കറ്റാണ് കേട്ടോ വിൻ്ററിൻ്റെ. എലൻസോളി ദേ കണ്ട. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഒന്ന് കയറി നോക്കിയാൽ മതി. ഇതിൻ്റെ ബാക്ക് ലുക്ക് കണ്ടേ? ഇതിൻ്റെ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. ഞാനൊരു ബ്ലാക്ക് ടച്ചിൽ എടുത്തിട്ടുള്ള ഒരു ബ്ലാക്കും ബ്ലൂയിഷും കൂടിയിട്ടുള്ള ഒരു ടച്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റൈലി ബ്രാൻഡിൻ്റെ ആക്ച്വലി ജാക്കറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ബ്ലേസർ എന്നും വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ജീൻസിൻ്റെ കൂടെ ഉള്ളതല്ല. നമുക്ക് ഈ ബോഡിക്കോൺ ഡ്രസ്സസ് ഒക്കെ വരില്ലേ, അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ മാച്ച് ആവുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും സൈസ് ഞാൻ ഇതിൽ അപ്പല്ല, കറക്റ്റ് സൈസാണ്. ബ്ലേസറിന് ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ മേടിച്ചപ്പോൾ ലാർജ് സൈസാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൽ കളർ വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു മറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ലുക്ക് വൈസ് ക്വാളിറ്റി വൈസും അടിപൊളിയാണ്. അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കേട്ടോ. 2000 രൂപ വരെ അടുത്തായി. എന്തായാലും ഇതൊരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു ഓഫീസ് മീറ്റിംഗ്, കോൺഫറൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ബട്ടൺ നമുക്ക് ക്ലോസ് ചെയ്യാം. പക്ഷേ ബട്ടൺ ക്ലോസ് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ 1 സൈസ് അപ്പുള്ളത് വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല മേടിച്ചത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ട് നടക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈസ് ഓക്കെയാണ്. ചിലപ്പോൾ 1 സൈസ് അപ്പ് മേടിച്ചാൽ ഈ ഷോൾഡർ ചിലപ്പോൾ ഇങ്ങോട്ട് തള്ളി നിൽക്കും. അപ്പോൾ തടി കൂടുതൽ തോന്നിക്കും. എന്താണ് ട്രിക്ക് അല്ലേ? അപ്പോൾ ഇത് ഞാൻ ലാർജാണ് കേട്ടോ സൈസ് മേടിച്ചിരിക്കുന്നത്. സംഭവം അടിപൊളി.
അടിപൊളി ഒരു ജാക്കറ്റാണ്, മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് എന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ ട്രാവലിംഗ് പർപ്പസ് ആയാലും വിൻ്റർ സീസൺ ആയാലും ബൈക്ക് റൈഡിനായാലും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യേണ്ടത് ജാക്കറ്റ്. അപ്പോൾ ഈ ഒരു ജാക്കറ്റ് അതിന് കംഫർട്ടബിളാണ്, ചൂടുമില്ല തണുപ്പുമില്ല, അങ്ങനെ ഒരു മിഡിൽ നിൽക്കുന്ന ഒരു സംഭവം. ബ്രാൻഡ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ബ്രാൻഡ് എന്ന് പറയുന്നത് എലൻ സോൺസ്. എവിടെ വന്നോ ബ്രാൻഡ്? എന്തായാലും ബ്രാൻഡാണ്, അത് കാണിക്കാം പിന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതിലൊരു 8 കളർ ഷെയ്ഡ് വരുന്നുണ്ട്. അത് വിത്ത് സൈഡ് പോക്കറ്റ് ആയിട്ട് വരുന്നത്. നോർമലി ഇങ്ങനെ ഒരു ഹുഡീസിന് ഇങ്ങനെ നമുക്ക് പോക്കറ്റ് ഒന്നില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ആ ഒരു പോക്കറ്റ്. അപ്പോൾ തണുപ്പിനും നല്ലതാണ്, നല്ല കംഫർട്ടബിൾ ക്വാളിറ്റി ഉള്ളതാണ്. ഇനി ഇതിൻ്റെ കൂടെ ക്യാപ്പും വരുന്നുണ്ട്, അടിപൊളിയാണ്. സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് XL ആണ് കേട്ടോ. നോർമലി എൻ്റെ സൈസ് വരുന്നത് ലാർജാണ്, പക്ഷേ ഇതിപ്പോൾ നമ്മൾ ജാക്കറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ 1 സൈസ് അപ്പ് മേടിച്ചാൽ മതി കേട്ടോ. കളേഴ്സ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. സെറ്റല്ലേ? കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എപ്പോഴും ട്രെൻഡിലാണ്. അത് ഏത് ടൈപ്പ് കോട്ട് സെറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ലിറിയ ബ്രാൻഡിൻ്റെ കോട്ട് സെറ്റാണ് കേട്ടോ. ലിറിയ ബ്രാൻഡ് ഞാൻ കുർത്തീസിൽ എത്നിക്കിലാണ് കൂടുതൽ ട്രൈ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ കോട്ട് സെറ്റ് അടിപൊളിയാണ്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ലൈക്ര മെറ്റീരിയലാണ്. ലൈക്ര മെറ്റീരിയലിൽ എല്ലാവർക്കും അറിയാം നല്ല മെറ്റീരിയലാണ്, നമുക്ക് യൂസ് ചെയ്യാൻ വലിയ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നിൽക്കും. അപ്പോൾ ഇത് കുറച്ച് വലിയ ടൈപ്പ് മെറ്റീരിയലാണ് ലൈക്ര മെറ്റീരിയൽ എന്ന് പറയുന്നത്. 2 പീസാണ്. ഇതിൻ്റെ ജാക്കറ്റ് ടൈപ്പാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഉള്ളിൽ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ആസ് എ ജാക്കറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. ഇത് ഫുൾ ഫങ്ഷനബിൾ ആണ്, ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഫുൾ ഇങ്ങനെ നെക്ക് വരയ്ക്ക് പൂട്ടും. ഇതിങ്ങനെ നെക്ക് ഹൈ നെക്കായിട്ട് ഇങ്ങനെ വരെ നിൽക്കും. പക്ഷെ ഇതല്ല ഭംഗി കണ്ട, ഇതല്ല ഭംഗി എന്ന് പറയണത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കുറച്ച് ഇങ്ങനെ കോളറൊക്കെ ഇങ്ങനെ ആക്കി അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. സ്ലീവ് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ, പക്ഷേ ആ വലിപ്പം എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇതിൽ വരുന്നത് മറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്, ബ്ലാക്ക്, വൈറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു ഷെയ്ഡ്, അങ്ങനെ 4 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇല്ലാത്ത കളർ നോക്കി പിക്ക് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ടോപ്പ് പോർഷൻ വരുമ്പോൾ നമുക്ക് ഇറക്കം ഇത്രയാണെങ്കിൽ സൈഡിൽ കൂടെ നോക്കി അറിയാം. ബാക്ക് സൈഡിൽ നമുക്ക് ഇറക്കം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡ് അങ്ങനെ വൃത്തികേടും ഇല്ല നടക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഫൈനൽ എൻ്റെ ലുക്ക്. ലിമിയോ ബ്രാൻഡിൻ്റെ ജാക്കറ്റാണ് കേട്ടോ. ഇത് ഒരു ഉൾ ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ രാവിലത്തെ സമയത്തോ നടക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിന് പോകുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. തണുപ്പ് നന്നായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിൽ ക്യാപ്പില്ല, ഇത് ഇങ്ങനെ തന്നെയാണ് ഫുൾ ഹൈ നെക്ക് ടൈപ്പായിട്ട്. പിന്നെ യെസ്, ലിമിയോ ബ്രാൻഡ് അത്യാവശ്യം നല്ല ബ്രാൻഡ് കേട്ടോ. പിന്നെ ഇത് ജാക്കറ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. സൈഡിൽ 2 പോക്കറ്റ് തന്നെ, പോക്കറ്റായിട്ട് സിബായിട്ടുള്ള വരുന്ന പോക്കറ്റ് കേട്ടോ, ഇങ്ങനെ സിബ് ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇടും ചെയ്യാം, അല്ലെങ്കിൽ കൈ വയ്ക്കണമെങ്കിൽ കൈ വയ്ക്കാം. ആസ് യൂഷ്വൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. 1 സൈസ് അപ്പ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കളേഴ്സ് ബ്ലാക്ക്, അങ്ങനെ 2-3 കളർ ഷെയ്ഡ് ഉണ്ട്. പിന്നെ ബ്ലൂ ആണ് ഞാൻ ക്യാരി ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ബ്ലാക്ക്, ഗ്രേ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ്. ഇതും പ്ലസ്, ഒരു സൈസ് പ്ലസ് ആണ് എടുത്തിരിക്കുന്നത്, XL കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ജാക്കറ്റ് എന്ന് പറയുമ്പോൾ പലതരം ജാക്കറ്റ്സ് ഒക്കെ കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും. പിന്നെ എടുത്തിരിക്കുന്നതൊക്കെ ഒരു പ്ലസ് സൈസ് അപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടീഷർട്ടിൻ്റെ കാര്യമല്ല, ജാക്കറ്റ്സിൻ്റെ കാര്യം. എന്ന് വെച്ചാൽ ജാക്കറ്റൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരെണ്ണത്തിൻ്റെ മോളിക്കോടെയല്ല ഇടുന്നത്. അപ്പോൾ ഒരു പ്ലസ് സൈസ് അപ്പ് എടുത്താൽ മതി, അതായിരിക്കും ബെറ്റർ. പിന്നെ ചിലർക്ക് നല്ല ഫിറ്റിംഗ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ അവർക്ക് നോർമൽ അവരുടെ സൈസ് തന്നെ എടുത്താൽ മതി. പിന്നെ സെയിലുള്ള കാര്യം മറക്കണ്ട, ഡിസംബർ 23-ാം തീയതി വരെയാണ്. വേഗം പോയി പർച്ചേസ് ചെയ്തോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.